ശ്രീമദ് ഭഗവത്ഗീതയിലെ കർമ്മയോഗത്തിലെ 6-ാം ശ്ലോകമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പ്രതിപാദിക്കുന്നത്. കാപട്യത്തിന് എതിരായ ഒരു മുന്നറിയിപ്പ് ഈ ശ്ലോകത്തിലൂടെ വിദ്യാർത്ഥികൾക്കും മറ്റുള്ളവർക്കും നൽകുന്നുണ്ട്. കർമ്മത്തിൻ്റെ അനിവാര്യതയിൽ നിന്ന് ശരിയായ കർമ്മത്തിലേക്ക് നയിക്കുന്നത് എപ്രകാരമാണെന്ന് ശ്രദ്ധിക്കുക. ഭഗവത്ഗീതയിലെ 3-ാം അധ്യായത്തിലെ 5-ാമത്തെ ശ്ലോകത്തിൽ ഒരു നിമിഷം പോലും കർമ്മം ചെയ്യാതിരിക്കാൻ ആർക്കും സാധ്യമല്ലെന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ സ്ഥാപിച്ചു കഴിഞ്ഞു. പ്രകൃതിയുടെ ഗുണങ്ങളാൽ നാം ഓരോരുത്തരും നിരന്തരം പ്രവർത്തിക്കാൻ നിർബന്ധിതരാണ്. ഈ തിരിച്ചറിവ് ഒരു പുതിയ ചോദ്യത്തിലേക്ക് നമ്മെ നയിക്കുന്നു. കർമ്മം അനിവാര്യമാണെങ്കിൽ ഏതു തരത്തിലുള്ള കർമ്മമാണ് നാം ഒഴിവാക്കേണ്ടത്? എല്ലാ പ്രവൃത്തികളും ഒരുപോലെയാണോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരത്തിൻ്റെ ആദ്യ പടിയാണ് കർമ്മയോഗത്തിലെ 6-ാമത്തെ ശ്ലോകം. ഇത് കേവലം നിഷ്ക്രിയത്വത്തെക്കുറിച്ച് അല്ല, മറിച്ച് അതിനേക്കാൾ അപകടകരമായ ഒരു അവസ്ഥയെക്കുറിച്ചാണ് മുന്നറിയിപ്പ് നൽകുന്നത്. അത് കാപട്യം അഥവാ മിഥ്യാചാരം എന്നതിനെക്കുറിച്ചാണ്. ഈ ശ്ലോകം ആത്മീയ പാതയിലെയും ലൗകിക ജീവിതത്തിലെയും ഒരു വലിയ അപകടത്തെ തുറന്നു കാട്ടുന്നു. ബാഹ്യമായ അടക്കവും ആന്തരികമായ ഇന്ദ്രിയ സുഖാസക്തിയും തമ്മിലുള്ള പൊരുത്തക്കേടിനെയാണ് ഭഗവാൻ ഇവിടെ വിമർശിക്കുന്നത്. ഒരു വിദ്യാർത്ഥിയുടെ പഠന ജീവിതത്തിൽ ഈ തത്വം വളരെ പ്രസക്തമാണ്. കാരണം പഠനമുറിയിൽ പുസ്തകത്തിന് മുന്നിൽ മണിക്കൂറുകളോളം ഇരിക്കുന്നതും യഥാർത്ഥത്തിൽ പഠിക്കുന്നതും തമ്മിൽ വലിയ അന്തരമുണ്ട്. ഈ ശ്ലോകം ആത്മവഞ്ചനയെ തിരിച്ചറിയാനും അതിനെ മറികടക്കാനും നമ്മെ സഹായിക്കുന്നു. ഈ 6-ാം ശ്ലോകം കാപട്യത്തിൻ്റെ സ്വഭാവത്തെ നിർവചിക്കുകയും അതിനെ നിശിതമായി വിമർശിക്കുകയും ചെയ്യുന്നു. ശ്രീമദ് ഭഗവത്ഗീതയിലെ കർമ്മയോഗത്തിലെ 6-ാം ശ്ലോകം ഇപ്രകാരമാണ്: കർമ്മേന്ദ്രിയാണി സംയമ്യ യ ആസ്തേ മനസാ സ്മരൻ ഇന്ദ്രിയാർത്ഥാൻ വിമൂഢാത്മാ മിഥ്യാചാരഃ സ ഉച്യതേ. ഈ ശ്ലോകത്തിൻ്റെ പദാനുപദ അർത്ഥം നമുക്ക് നോക്കാം. കർമ്മേന്ദ്രിയാണി, കർമ്മേന്ദ്രിയങ്ങളെ അല്ലെങ്കിൽ പ്രവൃത്തിക്കുള്ള ഇന്ദ്രിയങ്ങളെ സംയമ്യ അടക്കി നിർത്തിയിട്ട് അല്ലെങ്കിൽ നിയന്ത്രിച്ച് യഹ യാതൊരുവൻ ആസ്തേ ഇരിക്കുന്നു മനസാ മനസ്സുകൊണ്ട് സ്മരൻ സ്മരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഓർത്തുകൊണ്ട് ഇന്ദ്രിയാർത്ഥാൻ ഇന്ദ്രിയ വിഷയങ്ങളെ അല്ലെങ്കിൽ ഇന്ദ്രിയ സുഖങ്ങളെ വിമൂഢാത്മാ വിമൂഢനായവൻ അല്ലെങ്കിൽ വഴിതെറ്റിയ ആത്മാവോട് കൂടിയവൻ മിഥ്യാചാരഃ മിഥ്യാചാരനാണ്, കപടനാണ്, കാപട്യമുള്ളവനാണ്. സഹ അവൻ ഉച്യതേ പറയപ്പെടുന്നു. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ പദാനുപദമായിട്ടുള്ള അർത്ഥം. കർമ്മേന്ദ്രിയാണി സംയമ്യ യ ആസ്തേ മനസാ സ്മരൻ ഇന്ദ്രിയാർത്ഥാൻ വിമൂഢാത്മാ മിഥ്യാചാരഃ സ ഉച്യതേ. ഈ ശ്ലോകത്തിൻ്റെ അന്വയാർത്ഥം ഇപ്രകാരമാണ്: കർമ്മേന്ദ്രിയാണി വാക്ക്, പാണ്യാദി
കർമ്മേന്ദ്രിയങ്ങളെ സംയമ്യ അടക്കിയിട്ട് യഹ ഏവൻ യാതൊരുവൻ മനസ്സുകൊണ്ട് ഇന്ദ്രിയാർത്ഥാൻ ഭഗവദ്ധ്യാനത്തെ ചെയ്യാതെ അല്ലെങ്കിൽ വിഷയങ്ങളെ ഓർത്തുകൊണ്ട് സ്മരൻ ആസ്തേ വിചാരിച്ചുകൊണ്ട് ഇരിക്കുന്നുവോ വിമൂഢാത്മാ വിവേകശൂന്യനായ സഹ അവൻ മിഥ്യാചാരഃ കപടമായി ആചരിക്കുന്നവനാണ് അല്ലെങ്കിൽ ധാംബികൻ എന്ന് ഉച്യതേ പറയപ്പെടുന്നു. യാതൊരുവൻ കർമ്മേന്ദ്രിയങ്ങളെ അടക്കി മനസ്സുകൊണ്ട് വിഷയങ്ങളെ വിചാരിച്ചു കൊണ്ടിരിക്കുന്നുവോ വിവേകശൂന്യനായ അവൻ കപടചാരനെന്ന് പറയപ്പെടുന്നു. ഒന്നുകൂടി വിശദമാക്കിയാൽ കർമ്മേന്ദ്രിയങ്ങളെ, അതായത് കൈ, കാല് മുതലായവയെ സംയമിച്ച് അല്ലെങ്കിൽ പ്രവർത്തിപ്പിക്കാതെ വെച്ചുകൊണ്ട് ഏതൊരുവൻ ഇന്ദ്രിയാർത്ഥങ്ങളെ സദാ സ്മരിച്ചുകൊണ്ടിരിക്കുന്നുവോ വിമൂഢാത്മാവായ അവനെ മിഥ്യാചാരൻ അല്ലെങ്കിൽ കപടവേഷക്കാരൻ എന്ന് പറയുന്നു. കർമ്മങ്ങളിൽ ഏർപ്പെടാതെ കൈ, കാൽ മുതലായ അവയവങ്ങളെ അടക്കിയിരിക്കാമല്ലോ എന്നാണ് വിചാരിക്കുന്നതെങ്കിൽ അതുകൊണ്ടെന്ത് ഫലം? ബഹുജന വഞ്ചനം മാത്രമാണിതെന്നറിയാൻ സന്യാസിയാണെന്ന് വേഷം കെട്ടി ലോകത്തെ വഞ്ചിക്കുക മാത്രമാണ് അതിൻ്റെ ഫലം എന്ന് വ്യക്തമാക്കുന്നു. തൻ്റെ മനസ്ഥിതി എന്ത്, അതിനനുസരിച്ച് താൻ ചെയ്യേണ്ടതായ സദാചാരം എന്ത് എന്നു വേർതിരിച്ചറിയാതെ ബാഹ്യേന്ദ്രിയങ്ങളെ പ്രവൃത്തിയിൽ ഏർപ്പെടുത്താതെ മനസ്സുകൊണ്ട് ശബ്ദാദി വിഷയങ്ങളെ സ്മരിച്ച് കണ്ണുകൾ മാത്രം അടച്ചിരിക്കുന്ന ഒരുവൻ കപടം കാട്ടുന്നവൻ മാത്രമാണെന്ന് ആണ് സൂചിപ്പിക്കുന്നത്. അത് പൂച്ച സന്യാസിയാണെന്ന് ലോകം അവനെ ആക്ഷേപിക്കും. അതുതന്നെയാണ് തൻ്റെ വ്യാപാരം എന്ന് അവനും അറിഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും. ഉപജീവനത്തിനു വേണ്ടി മാത്രം എടുക്കുന്ന ഈ വേഷം കെട്ടൽ കൊണ്ട് അവന് കൃതാർത്ഥത എങ്ങനെ സിദ്ധിക്കും? ഈ നില വിവേകികൾക്ക് ഒട്ടും യോജിച്ചതല്ലെന്ന് സാരം. ഈ ശ്ലോകം ബാഹ്യമായ പ്രകടനത്തേക്കാൾ ആന്തരികമായ അവസ്ഥയ്ക്കാണ് പ്രാധാന്യം നൽകുന്നത്. എന്താണ് മിഥ്യാചാരം? മിഥ്യാചാരം എന്ന വാക്കിൻ്റെ അർത്ഥം കപടമായ പെരുമാറ്റം അല്ലെങ്കിൽ പാപം ആചരിക്കുന്നവൻ എന്നാണ്. ആരാണ് മിഥ്യാചാരി? കർമ്മേന്ദ്രിയങ്ങളെ, അതായത് കൈ, കാൽ, വാക്ക് മുതലായവ പുറമേ അടക്കി ഒരു താപസിനെ പോലെയോ അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നവനെ പോലെയോ ഇരിക്കും. എന്നാൽ അതേസമയം അയാളുടെ മനസ്സ് ഇന്ദ്രിയ സുഖങ്ങളെക്കുറിച്ചുള്ള ചിന്തകളിൽ മുഴുകുകയായിരിക്കും. ഇങ്ങനെയുള്ള ആൾ സ്വയം വഞ്ചിക്കുകയാണ്. അതിനാൽ അവരെ കപടാചാരി എന്ന് വിളിക്കുന്നു. ശാരീരികമായ നിഷ്ക്രിയത്വം യഥാർത്ഥ നിഷ്ക്രിയത്വമല്ലെന്ന് ഈ ശ്ലോകം വ്യക്തമാക്കുന്നു. മനസ്സുകൊണ്ട് വിഷയങ്ങളെ ചിന്തിക്കുന്നതും ഒരു കർമ്മം തന്നെയാണ്. അതിനാൽ ശരീരം അടങ്ങിയിരിക്കുകയും മനസ്സ് അലഞ്ഞു നടക്കുകയും ചെയ്യുമ്പോൾ അവിടെ ഒരു ആന്തരിക സംഘർഷം ഉടലെടുക്കുന്നു. ഈ അവസ്ഥ ആത്മീയ പുരോഗതിക്ക് ഒട്ടും സഹായകമല്ല, മറിച്ച് അത് ആത്മവഞ്ചനയാണ്. അത്തരം ധ്യാനത്തിന് ഒരു വിലയുമില്ല. കാരണം ആ വ്യക്തിയുടെ മനസ്സ് എല്ലായ്പ്പോഴും അശുദ്ധമായിരിക്കും. ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടാനായി സന്യാസം സ്വീകരിക്കുന്നതിന് എതിരെ ഭഗവാൻ നൽകുന്ന ഒരു മുന്നറിയിപ്പായി ഇതിനെ കാണാം. മനസ്സിനെ നിയന്ത്രിക്കാതെയും ആന്തരികമായി ശുദ്ധീകരിക്കാതെയും ബാഹ്യമായി മാത്രം
ത്യാഗത്തിൻ്റെ വേഷം കെട്ടുന്നത് കാപഠ്യമാണ്. ലോകത്തിലെ വെല്ലുവിളികളെ ഒരു കർമ്മയോഗിയായി നേരിടുന്നതാണ് ഒരു കപടസന്യാസിയായി ജീവിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠം. ഈ ആശയം വ്യക്തമാക്കാൻ പുരാണങ്ങളിലെ ഒരു കഥ സഹായിക്കും. തവൃത്, സുവൃത് എന്നു പേരായ രണ്ട് സഹോദരന്മാർ ഭാഗവത സപ്താഹം കേൾക്കാനായി ഒരു ക്ഷേത്രത്തിലേക്ക് പോവുകയായിരുന്നു. വഴിയിൽ കനത്ത മഴ വന്നപ്പോൾ അവർ അടുത്ത് കണ്ട ഒരു കെട്ടിടത്തിൽ കയറി നിന്നു. അതൊരു വേശ്യാലയമായിരുന്നു. ജ്യേഷ്ഠനായ തവൃത് ഉടൻ തന്നെ അവിടെ നിന്ന് ഇറങ്ങി മഴ നനഞ്ഞ് ക്ഷേത്രത്തിലേക്ക് പോയി. എന്നാൽ അനുജനായ സുവൃത് മഴ കുറഞ്ഞിട്ട് പോകാമെന്ന് കരുതി അവിടെ തന്നെ ഇരുന്നു. ക്ഷേത്രത്തിലെത്തിയ തവൃത്തിരുന്ന് ഭാഗവതം കേൾക്കാൻ തുടങ്ങിയെങ്കിലും അയാളുടെ മനസ്സ് മുഴുവൻ വേശ്യാലയത്തെക്കുറിച്ചുള്ള ചിന്തയായിരുന്നു. ഞാൻ എന്തു മണ്ടത്തരമാണ് കാണിച്ചത്? എൻ്റെ അനുജൻ അവിടെ എത്രമാത്രം ആസ്വദിക്കുകയായിരിക്കും. എന്നാൽ വേശ്യാലയത്തിൽ ഇരുന്ന സുഹൃത്ത് ചിന്തിച്ചത് ഇങ്ങനെയായിരുന്നു: ഞാൻ ഈ പാപഗൃഹത്തിൽ കുടുങ്ങിപ്പോയല്ലോ. എൻ്റെ ജ്യേഷ്ഠൻ എത്ര ഭാഗ്യവാനാണ്. അദ്ദേഹം ഭാഗവത ജ്ഞാനം കേട്ട് ആനന്ദിക്കുന്നുണ്ടാകും. മഴ മാറിയപ്പോൾ ഇരുവരും പരസ്പരം കാണാനായി പുറപ്പെട്ടു. വഴിയിൽ വെച്ച് ഇടിമിന്നലേറ്റ് രണ്ടുപേരും മരിച്ചു. യമദൂതന്മാർ തവൃത്തിനെയും വിഷ്ണുദൂതന്മാർ സുഹൃത്തിനെയും കൊണ്ടുപോകാനെത്തി. അപ്പോൾ തവൃത്ത് പരാതിപ്പെട്ടു: നിങ്ങൾക്ക് ആളുമാറി. വേശ്യാലയത്തിൽ ഇരുന്നത് എൻ്റെ അനുജനാണ്. അപ്പോൾ യമദൂതന്മാർ മറുപടി നൽകി: ഞങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടില്ല. അവൻ അവിടെയായിരുന്നെങ്കിലും അവൻ്റെ മനസ്സ് ഭഗവാനിലായിരുന്നു. താങ്കൾ ക്ഷേത്രത്തിലായിരുന്നുവെങ്കിലും മനസ്സ് വേശ്യാലയത്തിലായിരുന്നു. ഈ കഥ ബാഹ്യമായ പ്രവൃത്തിയേക്കാൾ മനസ്സിൻ്റെ അവസ്ഥയാണ് പ്രധാനം എന്ന ഗീതയിലെ തത്വം വ്യക്തമാക്കുന്നു. ഈ ശ്ലോകത്തിലെ തത്വം വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠനത്തിലും സ്വഭാവ രൂപീകരണത്തിലും എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന് നോക്കാം. ഒരു വിദ്യാർത്ഥിക്ക് ഈ ശ്ലോകം നൽകുന്ന ഏറ്റവും വലിയ പാഠം ഇതാണ്: പുസ്തകത്തിന് മുന്നിൽ മണിക്കൂറുകളോളം അനങ്ങാതെ ഇരിക്കുന്നത് പഠനമാവണമെന്നില്ല. ശാരീരികമായി, അതായത് കർമ്മേന്ദ്രിയങ്ങളെ അടക്കി പഠനമേശയ്ക്ക് മുന്നിലിരിക്കുകയും എന്നാൽ മനസ്സുകൊണ്ട് സോഷ്യൽ മീഡിയ, സിനിമ, കൂട്ടുകാരുമായുള്ള കളിച്ചിരികൾ തുടങ്ങിയ ഇന്ദ്രിയ വിഷയങ്ങളെക്കുറിച്ച്, അതായത് ഇന്ദ്രിയ യാഥാർത്ഥാൻ, ഇന്ദ്രിയങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിച്ച് ഇരിക്കുകയും ചെയ്യുന്ന വിദ്യാർത്ഥി ഒരു ആധുനിക മിഥ്യാചാരിയാണ്. ഈ ആത്മവഞ്ചനയുടെ ഫലങ്ങൾ ഇവയാണ്: 1. സമയനഷ്ടം. ഏറ്റവും വിലപ്പെട്ട സമയം പാഴായി പോകുന്നു. 2. മാനസിക സംഘർഷം. പഠിക്കുന്നില്ലല്ലോ എന്ന കുറ്റബോധം ഉള്ളിൽ കിടന്ന് മാനസികമായി സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നു. 3. ഫലമില്ലായ്മയാണ്. മണിക്കൂറുകൾ ചെലവഴിച്ചിട്ടും പഠനത്തിൽ പുരോഗതി ഉണ്ടാകുന്നില്ല. ഈ ശ്ലോകം സ്വയം ചോദിക്കാൻ പ്രേരിപ്പിക്കുന്നു: ഞാൻ ഇപ്പോൾ യഥാർത്ഥത്തിൽ പഠിക്കുകയാണോ അതോ പഠിക്കുന്നതായി നടിക്കുകയാണോ? ഈ ആത്മപരിശോധനയാണ് മാറ്റത്തിലേക്കുള്ള ആദ്യ പടി. ശ്രദ്ധ മാറുമ്പോൾ അതിനെ ബലമായി അടക്കി നിർത്താൻ ശ്രമിക്കുന്നത് പലപ്പോഴും വിപരീത ഫലമാണ് ഉണ്ടാക്കുക. മനസ്സിനെ ഒരു കുരങ്ങിനെ പോലെ അടിക്കാൻ ശ്രമിച്ചാൽ അത് കൂടുതൽ അക്രമാസക്തമാകും. ഗീത ഇവിടെ നിർദ്ദേശിക്കുന്നത് അടിച്ചമർത്തലല്ല, മറിച്ച് തിരിച്ചറിവാണ്. ഒരു വിദ്യാർത്ഥി പഠിക്കുമ്പോൾ മനസ്സ് മറ്റ് കാര്യങ്ങളിലേക്ക് പോയാൽ
താൻ എന്തിനാണ് ഇങ്ങനെ ചിന്തിക്കുന്നത് എന്ന് സ്വയം പഴിക്കുന്നതിനു പകരം എൻ്റെ മനസ്സ് ഇപ്പോൾ ഇന്ദ്രിയ വിഷയങ്ങളിൽ രമിക്കുകയാണ്, ഇത് മിഥ്യാചാരമാണ് എന്ന തിരിച്ചറിവാണ് വേണ്ടത്. ഈ തിരിച്ചറിവ് തന്നെ ഒരുതരം മാനസിക നിയന്ത്രണമാണ്. അതിനുശേഷം ബോധപൂർവം ഒരു ചെറിയ ഇടവേള എടുക്കുകയോ അല്ലെങ്കിൽ ശ്രദ്ധയെ തിരികെ പഠനത്തിലേക്ക് കൊണ്ടുവരികയോ ശ്രമിക്കുകയോ ചെയ്യാം. അടിച്ചമർത്തുന്നതിന് പകരം മനസ്സിനെ സൗഹൃദപരമായി കൈകാര്യം ചെയ്യുക എന്നതാണ് പ്രധാനം. വിജയകരമായ പഠനത്തിന് ബാഹ്യമായ സാഹചര്യങ്ങളും, അതായത് പഠനമുറി, പുസ്തകങ്ങൾ എന്നിവ, ആന്തരികമായ സാഹചര്യങ്ങളും, അതായത് മനസ്സിൻ്റെ ഏകാഗ്രത ഒരുപോലെ അനുകൂലമായിരിക്കണം. ഈ ശ്ലോകം ഈ പൊരുത്തത്തിൻ്റെ പ്രാധാന്യം ഊന്നിപ്പറയുന്നു. അതിനായി പ്രായോഗികമായി ചെയ്യാവുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. അതായത് ബാഹ്യമായ ശ്രദ്ധ മാറ്റുന്നവയെ ഒഴിവാക്കുക, പഠിക്കാൻ ഇരിക്കുമ്പോൾ മൊബൈൽ ഫോൺ പോലുള്ളവ മാറ്റിവെക്കുക. അടുത്തത് ആന്തരികമായ ലക്ഷ്യബോധമുണ്ടാക്കുക എന്നതാണ്. ഞാൻ എന്തിനാണിത് പഠിക്കുന്നത് എന്നതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടെങ്കിൽ മനസ്സ് അലഞ്ഞു തിരിയാനുള്ള സാധ്യത കുറയും. പിന്നെ മനസ്സിനെയും ശരീരത്തെയും ഒരുമിപ്പിക്കുക. പഠിക്കാൻ ഇരിക്കുമ്പോൾ അടുത്ത 1 മണിക്കൂർ എൻ്റെ മനസ്സും ശരീരവും ഈ വിഷയത്തിൽ മാത്രമായിരിക്കും എന്ന് സ്വയം ഒരു ചെറിയ പ്രതിജ്ഞയെടുക്കുന്നത് ഏകാഗ്രത വർദ്ധിപ്പിക്കാൻ സഹായിക്കും. മിഥ്യാചാരത്തിൻ്റെ ഏറ്റവും വലിയ അപകടം അത് നമ്മെ സ്വയം വഞ്ചിക്കാൻ പഠിപ്പിക്കുന്നു എന്നതാണ്. ഞാൻ ഒരുപാട് നേരം പഠിച്ചു എന്ന് സ്വയം വിശ്വസിപ്പിക്കുകയും എന്നാൽ പരീക്ഷയിൽ മാർക്ക് കുറയുമ്പോൾ നിരാശപ്പെടുകയും ചെയ്യുന്നു. ഈ ശ്ലോകം നമ്മോട് സത്യസന്ധമായിരിക്കാൻ ആവശ്യപ്പെടുന്നു. 1 മണിക്കൂർ ഏകാഗ്രതയോടെ പഠിക്കുന്നത് മനസ്സില്ലാ മനസ്സോടെ 5 മണിക്കൂർ പുസ്തകത്തിന് മുന്നിലിരിക്കുന്നതിനേക്കാൾ എത്രയോ ഫലപ്രദമാണ്. ഈ സത്യം അംഗീകരിക്കുന്നത് പഠനത്തോടുള്ള നമ്മുടെ സമീപനത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. അത് കുറ്റബോധം കുറയ്ക്കാനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും സഹായിക്കും. ഭഗവത്ഗീതയിലെ 3-ാം അധ്യായത്തിലെ 6-ാം ശ്ലോകം കർമ്മം ചെയ്യാതിരിക്കുന്നതിനേക്കാൾ അപകടകരമാണ് കപടമായി കർമ്മം ചെയ്യുന്നത് എന്ന് നമ്മെ പഠിപ്പിക്കുന്നു. ബാഹ്യമായ അടക്കവും ആന്തരികമായ ആസക്തിയും തമ്മിലുള്ള പൊരുത്തക്കേട് ഒരുവനെ മിഥ്യാചാരി അഥവാ കള്ളനാക്കി മാറ്റുന്നു. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ ശ്ലോകം ഒരു കണ്ണാടി പോലെയാണ്. പഠിക്കുന്നതിനായി ഭാവിക്കുകയും എന്നാൽ മനസ്സുകൊണ്ട് മറ്റെവിടെയോ അലയുകയും ചെയ്യുന്ന ആത്മവഞ്ചനയെ അത് തുറന്നു കാട്ടുന്നു. ഇതിനുള്ള പരിഹാരം ബലമായ മനസ്സിനെ അടിച്ചമർത്തലല്ല, മറിച്ച് ആത്മപരിശോധനയിലൂടെയും സത്യസന്ധതയിലൂടെയും മനസ്സിനെയും പ്രവൃത്തിയെയും ഒരേ ലക്ഷ്യത്തിലേക്ക് കൊണ്ടുവരിക എന്നതാണ്. കാപഠ്യത്തിൻ്റെ പാത ഉപേക്ഷിച്ച് മനസ്സും ശരീരവും ഒരുപോലെ അർപ്പിച്ച് സ്വന്തം കർത്തവ്യത്തിൽ അല്ലെങ്കിൽ പഠനത്തിൽ ഏർപ്പെടുമ്പോഴാണ് ഒരു വിദ്യാർത്ഥി യഥാർത്ഥ കർമ്മയോഗിയായി മാറുന്നത്. അപ്പോൾ പഠനം ഒരു ഭാരമാവില്ല, മറിച്ച് ആനന്ദകരമായ ഒരു അനുഭവമായി മാറും. അതാണ് ഈ ശ്ലോകം നൽകുന്ന പ്രായോഗികവും കാലാതീതവുമായ പാഠം. കർമ്മേന്ദ്രിയാണി സംയമ്യ യ ആസ്തേ മനസാ സ്മരൻ ഇന്ദ്രിയാർത്ഥാൻ വിമൂഢാത്മാ മിഥ്യാചാരസ ഉച്യതേ.